സംഭവത്തിലെ ഏറ്റവും വലിയൊരു സംഭവം എന്തായിരിക്കും? ഡയറക്ടർ അവൻ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു കണ്ട ഇത്രയും പാവം പിടിച്ച ഒരാൾ എന്ന് നമുക്ക് തോന്നും. ബട്ട് അവൻ്റെ തലയിലുള്ള കഥകളൊക്കെ ഇച്ചിരി ക്രൂരമായ കഥകളാണ്. എല്ലാവരും മറ്റേ ഇക്ക എവിടെ എന്ന് അറിയാൻ വേണ്ടി എൻ്റെ ഇൻ്റർവ്യൂ കാണേണ്ട അവസ്ഥയാണ്. പറഞ്ഞ പോലെ ഇക്ക എവിടെ? ഒക്കെ ഷൂട്ടിലാണ്, ടിക്കറ്റൊക്കെ ഷൂട്ട് നല്ല പണിയെടുക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. 6 പാക്കും ഇതൊക്കെ വില്ലൻ റോള് വരുന്നുണ്ട്. ഞാൻ 1-2 ഇങ്ങനെ സംസാരിച്ച് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവും കാണും, ചെയ്യും, ആഗ്രഹമുണ്ട്. പിന്നെ മമ്മൂക്ക ചെയ്യുന്നു വില്ലൻ റോള്. പിന്നെ സംഭവം സിമ്പിളല്ല, ത്രില്ലിംഗ് ആണ്. ശരിക്കും എന്താണ് സംഭവം? അതിനെക്കുറിച്ച് പറയാനായിട്ട് സംഭവത്തിലെ ആക്ടറായ അസ്കർ അലിയാണ് എൻ്റെ ഒപ്പം ഉള്ളത്. വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ളൊരു സംഭവമായിരിക്കും ഈ സിനിമ. ആ ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത്. കറൻലി എന്താ സംഭവം ലൈഫ്? കറൻലി ഇങ്ങനെ ഷൂട്ടൊക്കെ ആയിട്ട് പോകുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, പടങ്ങളൊക്കെ നല്ല പടങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻസും ഷൂട്ടും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി. നമുക്ക് സിനിമയിലേക്ക് വരാം. ഷോർട്ട് ഫിലിമിൽ നിന്നാണ് ഈ സംഭവം ഫിലിമിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ലൈക്ക് എങ്ങനെ ഉണ്ടായിരുന്നു വർക്ക് ചെയ്തിട്ട് ഇതിൽ തന്നെ? എനിക്ക് ഇതിൻ്റെ ഡയറക്ടറെയും DOP എല്ലാവരും നേരത്തെ അറിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞപ്പോഴും അതിനു മുമ്പ് ഞങ്ങൾ സ്റ്റോറീസ് കഥകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഷോർട്ട് ഫിലിം പിന്നെ സിനിമയാക്കുന്നു. പിന്നെ അവരെന്നെ തന്നെ വെച്ച് അത് ചെയ്യണമെന്ന് അവരുടെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ നല്ലൊരു പ്രൊഡ്യൂസറേയും കിട്ടി. അങ്ങനെ ഇതൊരു സിനിമയാവുമായിരുന്നു. ലൈക്ക് ഷോർട്ട് ഫിലിമിൽ നിന്ന് സിനിമ ഞാൻ പറഞ്ഞു. ബ്രോയും ഷോർട്ട് ഫിലിംസ് കുറേ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസ് ഇടയ്ക്ക് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ലൈക്ക് ആസ് എ ആക്ടർ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തായിരുന്നു? എനിക്കൊന്നു ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ സമയവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷോർട്ട് ഫിലിം ആണെങ്കിലും സിനിമയാണെങ്കിലും ഞാൻ അതിലെടുക്കേണ്ട സ്ട്രെയിൻ ഒന്ന് തന്നെയാണ്. ഞാൻ പണിയെടുക്കേണ്ടത് ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഷോർട്ട് ഫിലിമിൽ കുറച്ച് അഭിനയിച്ചാൽ മതി എന്നൊന്നുമില്ലല്ലോ, എല്ലാം രണ്ടും ഒരുപോലെ തന്നെയാണ്. പിന്നെ അതിൻ്റെ ബഡ്ജറ്റും പരിപാടിയൊക്കെ വരുമ്പോൾ അത് ചിലപ്പോൾ സിനിമയാവും, ചിലപ്പോൾ ഷോർട്ട് ഫിലിം ആവും. ചിലപ്പോൾ ചില കഥകൾക്ക് ഷോർട്ട് ഫിലിം മതിയായിരിക്കും, ചില കഥകൾക്ക് സിനിമ വലിയ അത്രയും ടൈം ഡ്യൂറേഷൻ വേണമായിരിക്കും. ആ ഒരു വ്യത്യാസമുള്ളൂ. അസ്കർ ബ്രോയിന് ഷോർട്ട് ഫിലിം സംഭവത്തിലേറ്റ് ഇഷ്ടപ്പെട്ടൊരു സീൻ ഏതായിരുന്നു? ഷോർട്ട് ഫിലിമിൽ എനിക്കത് ആ ഷോർട്ട് ഫിലിം മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണല്ലോ അത് സിനിമ ആക്കിയത്. അതിലെല്ലാ സീൻസും എല്ലാം ഈ സിനിമയാകുമ്പോഴത്തേക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഈ ഷോർട്ട് ഫിലിമിലുള്ള ചെറിയ സ്റ്റോറിയാണല്ലോ ഇതൊരു സിനിമയിലേക്കാവുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നായിരിക്കും എല്ലാവരുടെയും ഒരു ഡൗട്ടൊക്കെ. പക്ഷെ ആ ഷോർട്ട് ഫിലിമിൽ വളരെ ചുരുക്കം കാണിച്ചിട്ടുള്ളൂ. ഇനി അങ്ങോട്ടാണ് ഈ സിനിമയിലെ കഥ പറയാൻ കിടക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആസ് എ പോലീസ് ഓഫീസറാണ് ഇതിൽ ചെയ്യുന്നത്. ലൈക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് കുറച്ച് പറയാൻ പറ്റുമോ? ഇത് കുറച്ചുകൂടെ ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. അപ്പോൾ ക്യാരക്ടർ വൈസ് എൻ്റെ സ്വന്തം ക്യാരക്ടറിനേക്കാൾ കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ. കുറച്ച് സീരിയസ് ആയിട്ടുള്ള, കുറച്ച് മനസ്സിൽ ഒരു കുറേ ഒരു ഡ്രോമയൊക്കെ ഉള്ളൊരു പോലീസുകാരനാണ്. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടറിനേക്കാൾ നിങ്ങൾക്ക് അത് മൊത്തം ആ സിനിമ കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അതെല്ലാം ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആണ്. ഇതിൻ്റെ ആംബിയൻസ് വന്നതും ലൊക്കേഷൻ വന്നത് ഫുള്ള് കാടാണ്. കാട് കയറി ഇറങ്ങിയിട്ട് എങ്ങനെ ഉണ്ടായി? കാട് നമ്മളൊരു 28 ദിവസത്തോളം ഷൂട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും തന്നെ എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും മറ്റേ അവിടുത്തെ രാജവമ്പാലയും ബാബും എല്ലാം ഞങ്ങളെല്ലാം ഒരുമിച്ച് അഭിനയിച്ചൊരു സിനിമയാണ്. ഭയങ്കര രസമാണ്. ആദ്യമേ എനിക്ക് ഭയങ്കര നമ്മൾ ഈ കാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ഭയങ്കര പേടിച്ചായിരിക്കും. പിന്നെ നമ്മളത് കയറി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നില്ല. നമുക്ക് അവിടുത്തെ ഒരു ഓക്സിജനും അവിടുത്തെ ഒരു സമാധാനവും ഒക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും കാട് വിട്ട് വരുമ്പോൾ കാട് മിസ് ചെയ്യും. ഭയങ്കര രസമാണ് അവിടെ ഒരു തണുപ്പും കാറ്റും. കാര്യം പാലക്കാടായിരുന്നു, ധോണി ഫോറസ്റ്റിലായിരുന്നു. അപ്പോൾ അവിടുത്തെ പാലക്കാട് ചൂടിനകത്ത് ആ കാട്ടിലേക്ക് കയറുമ്പോൾ നമുക്കൊരു കുട്ടിക്കാരൻ ഫീലിലേക്ക് എത്തും. ഭയങ്കര തണുപ്പും കാര്യങ്ങളും. നമ്മൾ പോകുമ്പോൾ ആ പോകുന്ന വഴിക്ക് തന്നെ മറ്റേ ആനയും ഇതുമൊക്കെ കാണാം. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഈ കാട്ടിൽ കയറിയപ്പോഴത്തേന് ഏറ്റവും പേടിപ്പിച്ചൊരു സംഭവം എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
പേടി തോന്നിയ സംഭവം എന്തെങ്കിലും ഉണ്ടായി? കാട്ടിൽ കയറിയപ്പോൾ നമ്മുടെ ഈ ചുറ്റുമുള്ളവരൊക്കെ പറഞ്ഞോണ്ടിരിക്കും ബ്രോ സൂക്ഷിച്ച് നടക്കണം, പാമ്പ് കാണും, ഇത് കാണും. അപ്പൊ ഇത് ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര പേടിയാ. പിന്നെ ഇല്ല, നമ്മൾ പിന്നെ എല്ലാം ഒരു ഫ്രണ്ട് സർക്കിളായിരുന്നു. പിന്നെ അതൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. കാര്യം ചിലപ്പോൾ ചില ഷോട്ട് വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങ് ദൂരെ പോയി നിൽക്കണം. ക്യാമറ ഭയങ്കര വൈഡായിരിക്കും, ക്യാമറ അങ്ങ് കുറെ മാറിയായിരിക്കും ബാക്കി ക്രൂ ഒക്കെ നിൽക്കണേ. അപ്പൊ എനിക്കൊരു ചെറിയ ടെൻഷൻ ആവും, ബാക്കിൽ നിന്ന് വല്ല പുലിയോ ചാടി വരുമോ എന്ന് പേടിച്ചിരിക്കും. പക്ഷെ രസമുള്ള പരിപാടി. ഈ നമ്മൾ ഷോട്ട് എടുക്കാൻ നടന്നു പോകുമ്പോൾ DOP ഒക്കെ പറയും, അളിയാ പോയിട്ട് വാ, പുലി പിടിച്ചില്ലേ കാണാന്ന് പറഞ്ഞ പോകുന്നത്. അത് ഭയങ്കര രസമായിരുന്നു. എന്നാലും ഈ പറഞ്ഞ കാട്ടിൽ കയറുമ്പോൾ നമ്മളിപ്പോൾ ട്രിപ്പ് പോകുമ്പോഴാണെങ്കിലും ഈ പറഞ്ഞ പുലിയും ഇവനും നമ്മൾ പേടിക്കില്ല, പേടിക്കുന്ന ചെറിയൊരു സാധനത്തിനായിരിക്കും അട്ടയുടെ എന്തെങ്കിലും പ്രശ്നം. നമുക്ക് അവിടെ അട്ടയുടെ ശല്യം ഇല്ലായിരുന്നു. അവിടെ എന്താണ് മറ്റേ അട്ട പാലക്കാട് കാട്ടിൽ ഇല്ല. അതെനിക്കൊന്ന് ഇനി മഴ നമ്മൾ പോയ സമയത്ത് നല്ല മഴയൊക്കെ ആയിരുന്നു. ബട്ട് എന്തോ അവിടെ അട്ട അധികം ഇല്ല. അത് അതിൻ്റെ ഒരു സമാധാനം ഭയങ്കര. നമുക്ക് പുലിയൊക്കെ നമുക്ക് വീണ്ടും സഹിക്കാം, ഈ അട്ടേനെ സഹിക്കാൻ ഇച്ചിരി പാടാണല്ലോ. അതില്ലായിരുന്നു. ഇപ്പോൾ പോസ്റ്ററിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു കാക്കയും പകുതി മനുഷ്യൻ്റെ രൂപം ഇങ്ങനെ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമിലാണെങ്കിൽ ഒരു ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇനി ആ ഒരു പ്രതിമ തന്നെ ആയിരിക്കും ആ പറഞ്ഞ ദൈവം എന്തെങ്കിലും? അത് ഞാൻ പറയില്ല, അത് നിങ്ങൾ അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. നമ്മൾ അധികം കാണാത്തത്, അധികമല്ല കണ്ടിട്ടില്ലാത്തൊരു പരിപാടിയാണ് ഇത്. സിനിമ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഭയങ്കര നമ്മളെ പിടിച്ചിരുത്തും. അത് ഒരു മിസ്റ്ററി ഉണ്ട് അതിൽ. ഇതിൻ്റെ ക്രൂവിലേക്ക് വരുമ്പോൾ ഷോർട്ട് ഫിലിം തന്നെ ഭയങ്കര നൈസ് മേക്കിംഗ്, സൗണ്ടും നൈസായിരുന്നു. ഇതിലേക്ക് വരുമ്പോഴും അവരിലേക്ക് എത്രത്തോളം എഫേർട്ട് ഇട്ടുന്നുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര അത്യാവശ്യം എല്ലാവരും ഓടിച്ചാടി പണിയെടുത്ത്. പിന്നെ ആ ഷോർട്ട് ഫിലിമിലെ ക്രൂ തന്നെയാണ് എനിക്ക് തോന്നുന്നൊരു 60% അവർ തന്നെയാണ്. അപ്പോൾ ഡയറക്ടറും മ്യൂസിക്കും എഡിറ്റിങ്ങും എല്ലാം അവർ തന്നെയാണ്. അപ്പോൾ അത് അടിപൊളിയാണ്. അവന്മാർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഒരു വിഷ്വലിയും ഒക്കെ അത് കാണാൻ പറ്റും സിനിമ കാണുമ്പോൾ. ഭയങ്കര ഇതിൽ സൗണ്ട് മിക്സിങ്ങും സൗണ്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് വിഷ്ണു ഗോവിന്ദാണ്. അപ്പോൾ വിഷ്ണു ചേട്ടനൊക്കെ കണ്ടിട്ട് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു. നമ്മൾ ഇതൊക്കെ ഇവരെയൊക്കെ പിടിച്ചത് ഈ പടത്തിൻ്റെ ഔട്ട് കൊണ്ട് കാണിച്ച് പിടിക്കുക ചെയ്ത്. അപ്പോൾ അവരൊക്കെ അത്രയും എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് ഇതിൽ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചതും. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര പ്രതീക്ഷ തരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അടിപൊളി. ഡയറക്ടറിൻ്റെ ഒരു വിഷൻ അല്ലെങ്കിൽ പുള്ളിയായിട്ടുള്ള റാപ്പ് എങ്ങനെ ഉണ്ടായി? ഡയറക്ടർ അവൻ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു കണ്ട അത്രയും പാവം പിടിച്ച ഒരാൾ എന്ന് നമുക്ക് തോന്നും. ബട്ട് അവൻ്റെ തലയിലുള്ള കഥകളൊക്കെ ഇച്ചിരി ക്രൂരമായ കഥകളാണ് കേൾക്കണം. അവൻ്റെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു പാവമാണ്. ജിത്തു എന്നാണ് ഡയറക്ടർ പേര്. അപ്പോൾ ജിത്തു വന്ന് കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് തോന്നില്ല ഇവന് ഇത്രയും വലിയ കഥയാണോ പറയാൻ പോകുന്നത്. ചെറിയ കുടുംബ കഥയൊക്കെ പറയാൻ വരുന്ന പോലെയാണ് വരുന്നത്. പക്ഷെ ഇവൻ കഥ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് അത് വലിയ സംഭവമാണ്. വേറെ കഥകൾ ഏതെങ്കിലും പറഞ്ഞായിരുന്നോ? നമ്മൾ ഇതിനു മുമ്പും കഥകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാനം എല്ലാം ഒത്തു വന്നത് ഈ സ്റ്റോറിക്കാണ്. അസ്കർ അലി കേട്ടേക്കണ ഏറ്റവും ക്ലീഷ് സംഭവങ്ങൾ അസ്കറിനോട് ചോദിച്ചേക്കുന്നത് എന്തായിരിക്കും? കാണാൻ ആസിഫിനെ പോലെ തന്നെ ഉണ്ടല്ലോ. ആസിഫ് സിനിമയിൽ ഹെൽപ്പൊന്നും ചെയ്യാറില്ലേ? പിന്നെ ആസിഫിനെ വെച്ചൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ചുകൂടെ? ഇതൊക്കെ തന്നെയാണ് കുറെ നാളായിട്ട് മടുത്തേക്കണത്. ഇതൊക്കെ തന്നെ. അപ്പൊ ഇതിനി ആരും ചോദിക്കരുത്. അത് മഴത്ത് ഞാൻ ഇതിന്റെ ഉത്തരം പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്റെ ഇന്റർവ്യൂ അല്ലെങ്കിൽ എല്ലാരും മറ്റേ ഇക്ക എവിടെ എന്ന് അറിയാൻ വേണ്ടി എന്റെ ഇന്റർവ്യൂ കാണേണ്ട അവസ്ഥയാണ്. പറഞ്ഞ പോലെ ഇക്ക എവിടെ? ഇക്ക ഷൂട്ടിലാണ്, ടിക്കറ്റൊക്കെ ഷൂട്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നു ഇക്ക? അതിനെ കുറിച്ച് അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. നല്ല സിനിമയായിരിക്കും കേൾക്കുന്നു. നല്ല പണിയെടുക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. 6 പാക്കും ഇതൊക്കെ. അത് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഇക്കാട് മുന്നേ ഇരുന്ന് ഞാൻ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും, മോശമായി പോയോ, ഇത്രയും ഡയറ്റ് എടുക്കുന്ന ഒരാളുടെ മുമ്പിൽ നിന്ന് ബിരിയാണിയൊക്കെ കഴിക്കാമോ അത് ആലോചിക്കും. ബട്ട് കഴിക്കും. പണ്ട് ഇക്ക എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല, കഴിക്കടാ പറയും. ഇപ്പൊ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പോണത്? നേരത്തെ പറയുമ്പോ എപ്പോഴും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ടാവില്ല. പണ്ട് ഞങ്ങള് ഭയങ്കര സീരിയസ് ആണ്. ഞാൻ ഇതിനു മുമ്പ് സിനിമകളൊക്കെ വരുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ഞങ്ങളുടെ റാപ്പൊന്നും മാറി. ഇപ്പൊ ഞങ്ങൾ കുറച്ച് ചില്ല് ചെയ്ത് തുടങ്ങി ഒരുമിച്ച്. അപ്പൊ ഭയങ്കര രസമാണ് ഒരുമിച്ച് കോമഡി പറയാനും കൗണ്ടർ അടിക്കാനും. കുറച്ചുകൂടെ ഞങ്ങള് അടിപൊളി ആൾക്കാരായി മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ കുറച്ച് സിമിലാരിറ്റീസും കൂടെ ഉണ്ടാവും. ഇക്ക ഒരു വലിയ വണ്ടി ഭ്രാന്തനാണ്. അസ്കർ ബ്രോ എങ്ങനെയാണ്? കാർസിനോടാണോ ബൈക്കിനോടാണോ ക്രൈസ് കൂടുതൽ?
കാറ് തന്നെ. എനിക്ക് ഡ്രൈവ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാർ ഡ്രൈവ് ചെയ്യാൻ തന്നെയാണ്. പിന്നെ കാറുകൾ വാങ്ങിക്കുന്നതുകൊണ്ടും ഞാനിപ്പോൾ അടുത്ത് എല്ലാം ഓടിക്കുന്നത് കൊണ്ടും എനിക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതിൽ അസ്കറിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാർ ഏതായിരിക്കും? എനിക്ക് ഡിഫൻഡർ തന്നെയാണ്. നൈസ്. അപ്പോൾ എപ്പോഴെങ്കിലും ആസിഖിനോട് ചാൻസ് വെച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്താ? ചേട്ടനായതുകൊണ്ടൊരു മടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടിയല്ല, എങ്ങനെയാ സിനിമ വരുന്നതെന്നൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ടാന്ന് തോന്നുന്നു. കാര്യം ഇക്കാലല്ലോ തീരുമാനിക്കുന്നത്. ഒരു പടം വരുമ്പോൾ അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ ആ ക്രൂ ആണ് ഏത് ആർട്ടിസ്റ്റ് വേണം തീരുമാനിക്കുന്നത്. നമ്മൾ അതിൽ വേറെ ആവശ്യമില്ലാതെ തലയിടുന്നത് അവർക്കും ഒരു മോശം പരിപാടിയാണ്. നമ്മളത് ചോദിക്കുമ്പോൾ നമ്മളും നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. കുറച്ച് സിനിമ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ സജസ്റ്റ് ചെയ്ത് കയറ്റുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട്. സിനിമ എപ്പോഴും ഒരു ഡയറക്ടറിൻ്റെയോ ഒരു റൈറ്ററിൻ്റെയോ ചോയ്സാണ്, ആർട്ടിസ്റ്റും ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമില്ല. നമ്മൾ നമ്മുടെ കഴിവ് ഇതുപോലെ നല്ല ആൾക്കാരെ കണ്ടുപിടിച്ച് അവരോട് സിനിമ ചെയ്ത് സക്സസ് ആയി കഴിയുമ്പോൾ നമുക്ക് നല്ല റോളുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. അസ്കർ അലിയുടെ ഒരു വിഷൻ എന്തായിരിക്കും? നല്ലൊരു ആക്ടർ ആവണം, നല്ല സിനിമകൾ ചെയ്യണം. അതിൽ ഈ പറഞ്ഞ പോലെ ഈ എല്ലാവരും നമ്മുടെ അഭിനയത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറയുന്നത് അത് കേട്ടത് മാറ്റി നമ്മൾ സ്വയം പഠിക്കണം. ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. എപ്പോഴെങ്കിലും വില്ലൻ റോൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? വില്ലൻ റോള് വരുന്നുണ്ട്. ഞാൻ 1-2 ഇങ്ങനെ സംസാരിച്ച് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവും കാണും, ചെയ്യും. ആഗ്രഹമുണ്ട്. പിന്നെ മമ്മൂക്കയെന്ന് വില്ലൻ റോള്. പിന്നെ നമുക്കും വേണ്ട വില്ലൻ റോള്. കാര്യം എവരല്ലേ പണ്ടൊക്കെ ആൾക്കാർക്ക് മറ്റേ വില്ലൻ ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും വേറൊരു, അപ്പൊ നമുക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ മമ്മൂക്ക ഉള്ളപ്പോഴത്തേക്കും ആൾക്കാരുടെ നമുക്ക് ഈ അഭിനയിക്കാൻ ആഗ്രഹമുള്ളവരുടെയൊക്കെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ വേറെ റേഞ്ചിലേക്ക് ആയതല്ലേ. അപ്പൊ വില്ലൻ റോള് ചിലപ്പോ എല്ലാം ചെയ്യണം. ക്യാരക്ടർ റോളും വില്ലൻ റോളും എല്ലാം സിനിമയിൽ തന്നെ നിൽക്കണം. നല്ലൊരു ആക്ടറായിട്ട് നിൽക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ആക്ടറായിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്രോച്ച് താല്പര്യമുണ്ടോ? ഇല്ല, വേറെ പണിയൊന്നും അറിയില്ല. പിന്നെ നമുക്ക് കാശ് കിട്ടുന്ന പോലെ നോക്കാം. കാശ് കിട്ടുന്ന എന്ത് പരിപാടി നോക്കാം. ഓക്കെ, ചെറിയൊരു റൗണ്ടിലേക്ക് നമുക്ക് പോവാം. സംഭവം റൗണ്ട്. ഓക്കെ. ബ്രോന്റെ ലൈഫിൽ നടന്നേക്കണ ഒരു വലിയ സംഭവം ഡാഷ് ആണ്. എന്താണ് ആ ഡാഷ്? എൻ്റെ മനസ്സിലെപ്പോഴും ഓർത്തിരിക്കുന്നത് ഞാൻ എൻ്റെ +2 ജയിച്ചതാണ്. ഒരു പ്രതീക്ഷയില്ലായിരുന്നു എനിക്ക്. ഞാൻ ഫെയിലാവുമെന്ന് ഓർത്തോണ്ടിരുന്നതാണ്. എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് അടക്കം ഞാൻ ഫെയിലാവുമെന്ന് ഓർത്തോണ്ടിരുന്ന. എനിക്ക് തോന്നുന്നു എനിക്ക് എക്സാമിന് ഞാൻ കയറി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് ഒരു മാത്സ് ടീച്ചറിൻ്റെ മകനാണ് വരുന്നത്. കാര്യം മാത്സിന് ഞാൻ 8 നിലയിൽ പൊട്ടുമെന്ന് ഓർത്തോണ്ടിരുന്ന. സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് മാത്സിന് പൊട്ടുമെന്ന് ഓർത്തിരുന്നപ്പോൾ അവനെൻ്റെ അടുത്ത് വന്നത് അതൊക്കെ എനിക്കൊരു ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ +2 ജയിച്ചത്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സംഭവം. അടിപൊളി. ലൈഫിൽ നമ്മളൊരു സംഭവമാണ് എന്ന് തോന്നിയൊരു മൊമെന്റ്? നമ്മളൊരു സംഭവം എന്ന് തോന്നിയ അങ്ങനൊരു മൊമെന്റ് എനിക്ക് തോന്നുന്നു അത് ഇക്കാടെ പിള്ളേരായിട്ട് പോകുമ്പോഴാണ്. അവരായിട്ട് ഞാനിങ്ങനെ കറങ്ങാനോ പാർക്കിലോ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്താൽ ഇവര് അച്ചു അടിപൊളി സർപ്രൈസ് ഇത് കേൾക്കുമ്പോൾ യെസ് എന്നുള്ള ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ പക്ഷെ ശരിക്കും ഭയങ്കര രസമുള്ള കാര്യങ്ങളാണ്. എൻജോയ് ഉണ്ട്. പിന്നെ ഇനി ഇതിന്റെ റിവേഴ്സ്, അതായത് നമ്മളൊരു സംഭവം അല്ല എന്ന് തോന്നിയ മൊമെന്റ് എപ്പോഴാണ്? അത് ഉറപ്പായിട്ടും ചെയ്ത പടങ്ങളിൽ കുറേ ഫ്ലോപ്പ് വരുമ്പോഴത്തേക്കും തേഞ്ഞ എന്നൊരു തോന്നൽ വരും. അത് നമ്മുടെ ജഡ്ജ്മെൻറ്റ് തെറ്റുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഡൗൺ ആവും ലൈഫിൽ. പിന്നെ അതൊക്കെ അങ്ങ് വിടും. പിന്നെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു കുറേ ഫ്രണ്ട്സും ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ അവരോട് സംസാരിച്ച് ജില്ല ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതങ്ങ് മാറി ഓക്കെ ഇനി അടുത്ത എന്താ പരിപാടി ആ ഒരു മൂഡിലേക്ക് കയറും. അടിപൊളി ബ്രോ. ലൈഫിൽ എന്താ നടക്കണത്, എന്താണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കണമെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അത് അങ്ങനെ ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. അത് കുറേ ഈ പറഞ്ഞ സിനിമകളും അല്ലെങ്കിൽ നമ്മൾ ചില സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ട് നമുക്കത് പ്രോപ്പറായിട്ട് ഷൂട്ട് പോവാതെ അല്ലെങ്കിൽ നമ്മളതിൽ സ്റ്റക്കായി നിൽക്കുന്നത് നമുക്ക് എന്തിപ്പോൾ എൻ്റെ പ്രശ്നമാണോ ഇത് അവരുടെ പ്രശ്നമാണോ പക്ഷെ നമ്മൾ ചില സമയത്ത് ബ്ലാങ്ക് ആയി പോവും. എന്താ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ? ഈ മെയിനായിട്ട് നമ്മൾ പറയാത്ത കാര്യങ്ങളിൽ ആരെങ്കിലും നമ്മളോട് വെറുപ്പ് വെച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോഴോ അതിപ്പോൾ എന്താ സംഭവിച്ചു, ഞാനിപ്പോൾ എന്താ ചെയ്തേ
അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് കുറേ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പിന്നെ ഈ സിനിമ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇത് ഇത്രയും ആളുകളും ഇത്രയും വലിയ ക്രൂവും ഇത്രയും വലിയ ഇൻഡസ്ട്രി ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുറേ നമ്മൾ പറയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് വരുന്ന റൂമേഴ്സ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എന്താ നടക്കുന്നതെന്നൊക്കെ ഇടയ്ക്ക് തോന്നും. ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് തോന്നിയ ഒരാൾ ആരായിരിക്കും? എനിക്ക് മമ്മൂക്കാണ്. മമ്മൂക്ക ഒരു അത്ഭുതമാണ്. ഞാൻ ഭയങ്കര ആരാധിക്കുന്നത്, ഭയങ്കര കാണാൻ എനിക്ക് ആ കാണുമ്പോൾ ആ ഒരു ഓറയൊക്കെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്സാണ്. നൈസ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ കുട്ടി ടൈഗർ എന്നാണ് ബ്രോന്റെ പേര്. എന്താണ് കുട്ടി ടൈഗർ? അത് പണ്ട് ഇക്കടയിൽ ഞാൻ അടിച്ചു പറ്റിയതാണ്. ഇക്കട കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള എന്തോ ഒരു ഇത് മെയിൽ ഐ ഡിയോ എന്തോ ആയിരുന്നു. അത് ആദ്യമൊക്കെ ഞാൻ ചുമ്മാ തള്ളിക്കൊണ്ടിരുന്നത് ഞാൻ കണ്ടുപിടിച്ചത് അതൊക്കെ. പക്ഷേ ആക്ച്വലി അത് ഈ കടയിൽ ഞാൻ പണ്ട് അടിച്ചു പറ്റിയതാണ്. ഞാൻ കോളേജ് ടൈമിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും തുടങ്ങിയപ്പോൾ ഞാൻ ഇട്ടതാണ്. പിന്നെ അതങ്ങ് മാറ്റാൻ പറ്റിയില്ല. അതങ്ങ് കിടന്നു. ഇപ്പൊ വലിയ ടൈഗർ ആരാണ്? സ്വാഭാവികമായിട്ടും ആരായിരിക്കും എൻ്റെ ചേട്ടനായിരിക്കും? ആസിഫ് അലിയാണ് ആ ടൈഗർ. അങ്ങനെ ആസിഫ് അലി നീട്ടിയതാണ്. ലൈക്ക് ഷോർട്ട് ഫിലിമിൽ ഞാൻ കണ്ടിരുന്നത് അതിൽ ഗണ്ണ് ഫയർ ചെയ്യാൻ ഒരു സീനുണ്ട്. അപ്പം ഇതിലും ചിലപ്പോൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം, പടം കാണും പറയാം. അപ്പോൾ റൈഫിൾ അല്ലെങ്കിൽ ഗൺ യൂസ് ചെയ്യാൻ എന്തെങ്കിലും പഠിച്ചിരുന്നോ? ഇല്ല, ഞാൻ ഇത് പറഞ്ഞ പോലെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഷൂട്ട് ചെയ്ത്. ഐ മീൻ മറ്റേ ഇതിലൊക്കെ ക്ലബിലൊക്കെ ഞാൻ പുറത്ത് ഒക്കെ പോകുമ്പോഴത്തേക്കും ജോർജിയ പോയപ്പോഴത്തേക്കും ഞാനൊന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടെ ഗണ്ണും യൂസ് ചെയ്യാനും അവിടെ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഈ ഷൂട്ടിൽ വരുമ്പോഴത്തേക്ക് ഇവർ ഗണ്ണ് കൊണ്ടുവരുന്നവർക്ക് തന്നെ അറിയാം നമ്മളെങ്ങനെയാണ് ക്യാരി ചെയ്യേണ്ടത്, എങ്ങനെയാണ് പിടിക്കേണ്ടത് ഇതൊക്കെ ഉള്ളത്. അത് പക്ഷേ അതിലൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു തവണ ഒരു പയ്യനാണ് ഈ ഗണ്ണ് കൊണ്ടുവന്നത്, അതിൻ്റെ മെയിൻ ആളല്ല. അപ്പം ഇവൻ കുറേ നേരമായിട്ട് ഇതിൽ ബുള്ളറ്റ് എങ്ങനെ ഇടുന്നതെന്ന് ഞാൻ ഒരു നീയല്ല കൊണ്ടുവന്നത്, നിനക്കറിയില്ലേ? അല്ല, ഇത് ലോഡ് ചെയ്യാൻ എന്തൊരു സ്വിച്ച് ഉണ്ട്, പക്ഷേ ഇത് ഞാൻ എന്തെങ്കിലും നെക്കിക്കഴിഞ്ഞാൽ ആശാൻ വഴക്ക് പറയും. അതുകൊണ്ട് ഇത് എങ്ങനെ ചെയ്യണ്ടേ? ഇവനിങ്ങനെ ഇത് തിരിച്ചു മറിച്ച് നോക്കുക. ഇത് വാങ്ങിച്ചിട്ട് ഞാനിത് നെക്കി ഇത് ഊരി വന്നപ്പോഴത്തേക്ക് ചേട്ടൻ ഇതൊക്കെ അറിയോ? ഞാൻ പറയാടാ, ഇത് അമ്പലപ്പറമ്പിൽ ഇതേ സെറ്റപ്പ് തന്നെയാടാ കണ്ണിന്, ഇത്രയും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഊരാൻ. അതുകൊണ്ട് അപ്പം ഞാൻ അവൻ്റെ മുമ്പിൽ ഒരു ഹീറോ. അവൻ അത്ഭുതത്തോടെ നോക്കുവായിരുന്നേ, ഇത് എങ്ങനെ ചേട്ടൻ പഠിച്ചാടാ, ഇത് എല്ലാ തോക്കും ഇത് തന്നെയാണോ പഠിക്കുന്നത്? അയ്യോ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. റിയൽ തോക്കായിരുന്നു അത്? റിയൽ തോക്ക് തന്നെ. നന്നായി. അതിൽ പക്ഷെ ബുള്ളറ്റ് ഒന്നും ഇട്ടില്ല. ഇത് യൂസ് ചെയ്യുന്ന ബുള്ളറ്റ് ഇങ്ങനെ നമ്മള് അതിലിരുന്ന് പൊട്ടി പുക വരത്തേ ഉള്ളൂ. മേത്തേക്ക് തെറിക്കത്തില്ല. പക്ഷെ നല്ല സൗണ്ടാ. ഞെട്ടിപ്പോവും. ഒറ്റ ഷോട്ട്, ഇടയ്ക്ക് ഷോട്ട് എടുക്കുമ്പോൾ അതൊക്കെ റീടേക്ക് മിക്ക ആൾക്കാരും പോകും. കാര്യം നമ്മൾ പ്രതീക്ഷിക്കില്ല ഇതിൽ നിന്ന് സൗണ്ട് ഇത്ര വരുമ്പോഴത്തേക്കും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഞെട്ടിപ്പോവും. എത്ര റീടേക്സ് ഒരുപാട് പോയിട്ടുണ്ടോ ഇതില്? ഇല്ല, ഇത് നമ്മൾ തലേന്ന് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു പോകുന്നത്. സോ ഒന്നാമത് നമ്മൾ ഈ പറഞ്ഞ കാട്ടിലാണ്, ഈ സമയം നമുക്ക് ഒരു 5 മണിയാകുമ്പോൾ കാട്ടിൽ നിന്ന് ഇറങ്ങണം. ഒരു 4:30-5 മണിയാകുമ്പോൾ അവിടെ ലൈറ്റ് പോവും. അപ്പോൾ അത്രയും സമയമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ആയിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. സംഭവത്തിൽ ഏറ്റവും വലിയൊരു സംഭവം എന്തായിരിക്കും? സംഭവത്തിൽ ഏറ്റവും വലിയ സംഭവം അതിൻ്റെ മേക്കിംഗ് ആയിരിക്കും. മേക്കിങ്ങും അതിൻ്റെ മ്യൂസിക്കും വൈസ് ഭയങ്കര തിയേറ്ററിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെ ആയിരിക്കും. അസ്കർ ബ്രോന് പടത്തിൽ മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ഏതാണെന്ന് വെച്ചാൽ എന്തായിരിക്കും പറയാം? എനിക്ക് എല്ലാ ദിവസവും അടിപൊളിയായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം എൻ്റെ പ്രായക്കാരാണ്, എല്ലാം ഫ്രണ്ട്സാണ്. അപ്പോൾ സോ എല്ലാവരും ഞാൻ ചെയ്യുന്ന മിക്ക പടങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. ഏകദേശം എല്ലാവരും ഒരേ ഏജിലുള്ളവരുടെ പടങ്ങളാണ് ഞാൻ ചെയ്തത് മൊത്തം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഫണ്ണായിരിക്കും. എല്ലാ ദിവസവും അടിപൊളി തന്നെ. എല്ലാ ദിവസവും അടിപൊളി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ കാട്ടിലും പിന്നെ കുറച്ചധികം പരിപാടി ഉണ്ട്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് പാടായിരുന്നു ചെയ്യുന്നതൊക്കെ. അസ്കർ ബ്രോ ലൈക്ക് ഒരു ആക്ടർ അല്ലായിരുന്നെങ്കിൽ ആരായിരുന്നേനെ? എനിക്കൊരു ഐഡിയ ഇല്ല ബ്രോ. ഇപ്പം തന്നെ ഒരു ആക്ടർ ആയിട്ടൊന്നുമല്ല ബ്രോടാ, പക്ഷെ വേറൊരു പണി അറിയത്തില്ല. ഇല്ലാതെ വരുമ്പോഴത്തേക്കും വീട്ടിൽ നിന്നൊക്കെ പറയും നീ വല്ല ദുബായിക്കും പോകും. പക്ഷെ ദുബായി പോയിട്ട് എന്താ ചെയ്യേണ്ടത്? ദുബായിക്ക് പോകും മാത്രമേ കേട്ടിട്ടുള്ളൂ. അറിയില്ല, നോക്കാം. ഇപ്പം പടകളൊക്കെ വരുന്നുണ്ട്, തട്ടിമുട്ടി പോകുന്നു. ലൈക്ക് ആക്ടർ ആയതിനു ശേഷം സിനിമ ചെയ്തതിൽ ഫസ്റ്റ് റെമ്യൂണറേഷൻ വീട്ടിൽ കൊടുത്തപ്പോൾ വീട്ടുകാരെന്തെങ്കിലും പറഞ്ഞായിരുന്നോ?
അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. എനിക്ക് റെമ്യൂണറേഷൻ കിട്ടിത്തുടങ്ങാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ആദ്യ പടത്തിലൊന്നും കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ പടം ഒക്കെ ആയപ്പോഴാണ് കുറച്ച് കിട്ടിയത്. അതൊന്നും വലിയ പിന്നെ നോക്കാനൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ചെറിയ ചെറിയ സംഭാവനകൾ ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്ക് കൊടുത്താൽ മതി. ബാക്കി എൻ്റെ ചെലവിൻ്റെ ഞാൻ കൊടുത്താലും ഞാനത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് വാങ്ങിക്കും. അതുകൊണ്ട് അങ്ങനെ പോകുന്നത് ഇനി എനിക്കും മനസ്സിലാവും അവസ്ഥ. ലൈക്ക് ആസിക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? ഞാനത് എപ്പോഴും ഇക്കാടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഞാനിരുന്ന് ആലോചിക്കും എന്താ പുള്ളിയുടെ കയ്യിൽ ഇല്ലാത്തത്. പുള്ളിക്ക് ഒന്നാമത് എല്ലാം ഇഷ്ടമാണ്. പുള്ളി അതുകൊണ്ട് എല്ലാം വാങ്ങിക്കും. മറ്റേ നൊസ്റ്റാൾജി അടിക്കുന്ന ഗിഫ്റ്റ് എന്നും പറഞ്ഞ് മറ്റേ തേൻമിഠായി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. കാര്യം ബാക്കി എല്ലാം ഉണ്ട് ഇക്കാടെ കയ്യിൽ. മാഷാഅല്ലാഹ് പുള്ളി എല്ലാം പക്ഷെ പുള്ളിക്ക് എന്ത് ഞാൻ കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ അങ്ങ് കൊടുക്കും. വേറെ എന്ത് ചെയ്യാനാ? നൈസ് ബ്രോ. അപ്പം സംഭവം എല്ലായിടത്തും വലിയൊരു സംഭവം മാറട്ടെ. ഇൻഷാ അല്ലാഹ്. ലൈക്ക് വന്നതിൽ താങ്ക് യു, സംസാരിച്ചതിൽ താങ്ക് യു. താങ്ക് യു ബ്രോ. സോ ദാറ്റ് വാസ് അസ്കർ അലി.